മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളുടെ കണ്ടിന്യൂഷനാണ്. ഫോം വർക്ക് എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫോം വർക്കിൽ നമ്മൾ എന്തായിരുന്നു ഫോം വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. എന്തിനാണ് ഫോം വർക്ക് പ്രൊവൈഡ് ചെയ്യണത്? ആ ഒരു കോൺക്രീറ്റിന് ഒരു മോൾഡ് എന്ന് പറയാൻ പറ്റും. മോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? അച്ച് അല്ലേ? ഏതൊരു മെറ്റീരിയലിനും അതിൻ്റേതായ ഷേപ്പ് കൊടുക്കുന്ന ഒരു അച്ചിനെയാണ് നമ്മൾ മോൾഡ് എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ തന്നെ കോൺക്രീറ്റ് എന്നുള്ള മെറ്റീരിയൽ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിൽ ആയിരിക്കും അല്ല. ലിക്വിഡ് എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റൂല, അതിൽ സോളിഡ് മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലിന് അതിനൊരു ഡിസൈഡ് ഷേപ്പ് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഫോം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോം വർക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ ഡിപ്ലോമ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റീൽ ഫോം വർക്ക് ഓവർ ടിമ്പർ ഫോം വർക്ക്. ഓക്കെ, നമ്മൾ സ്ഥിരം നമ്മളുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് ഫോം വർക്കാണ്? ടിമ്പറിൻ്റെ അല്ലേ? മരത്തിൻ്റെ പലക കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുക? സെൻറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുക. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഓരോന്ന് ആ പലക അടിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ആ ഒരു പാകത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ സ്റ്റീൽ ഫോം വർക്കും ബാക്കിയുള്ള തടി കൊണ്ടുള്ള ഫോം വർക്കും തമ്മിലുള്ള മെറിറ്റും ഡിമെറിറ്റും, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറയാൻ പോവാണ്. സ്റ്റീൽ ഫോം വർക്ക് ആകുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ്ങർ ലൈഫ് ആയിരിക്കും. ടിമ്പർ ആകുമ്പോൾ നമുക്കറിയാം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആണി വെച്ച് അടിക്കുമ്പോൾ ചില ഭാഗത്ത് അത് പൊളിയാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ 100 പലക കഷ്ണം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് മുന്നേ നമ്മൾ പലക അടിച്ച സമയത്ത് ഈ കോൺക്രീറ്റൊക്കെ ചെയ്ത് നമ്മൾ ഈ നനച്ചൊക്കെ കൊടുത്ത് പലക പൊളിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും പല പലകകളും എന്തായിട്ടുണ്ടാവും? പൊട്ടിയിട്ടുണ്ടാവും അല്ലേ? പല ഭാഗവും ഇങ്ങനെ കഷ്ണം പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഏതിന്? ടിമ്പർ ഫോം വർക്ക് ആകുമ്പോൾ. ടിമ്പർ ആകുമ്പോൾ മരം. ഓക്കെ, സ്റ്റീൽ ഫോം വർക്ക് ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ഡ്യൂറബിൾ ആയിരിക്കും. കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ലൈഫ് കിട്ടും. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയേണ്ട കാര്യം? എത്ര പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, ടിമ്പർ ഫോം വർക്ക് ആയാലും നിങ്ങൾ പറയും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. റീയൂസ് ചെയ്യാൻ പറ്റും ടിമ്പർ. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ യൂസ് കഴിയുമ്പോൾ തന്നെ പല പലക കഷ്ണങ്ങളും എന്തായിട്ടുണ്ടാവും? ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റീൽ ഫോം വർക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് റീയൂസിങ്ങിൻ്റെ ടെൻഡൻസി എത്ര വരെ പോകുമെന്നാണ് നമ്മൾ ഏകദേശം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മുതൽക്ക് 120 തവണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദ നമ്പർ ഓഫ് റീയൂസസ് ക്യാൻ ബി അസ്യൂംഡ് ടു വേരി ഫ്രം 100 to 120. ഓക്കെ, 100 മുതൽക്ക് 120 ദിവസം 120 ദിവസമല്ല 120 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ലാഭമല്ലേ നമുക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ പലക വെച്ചിട്ടൊന്നും ഒരിക്കലും നമുക്ക് അത്രയും ദിവസം ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുള്ള മെറ്റീരിയൽ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ്? ഈസിനെസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ആൻഡ് ഡിസ്മാൻഡിൽഡ്. ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വെക്കാൻ നമ്മൾ പലക അടിക്കണതും അതേപോലെ തന്നെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഊരിയെടുക്കുക. ഈ ഓരോ നമ്മൾ ആണി തറച്ചിട്ടുള്ളതൊക്കെ നമ്മളിങ്ങനെ ഊരിയെടുക്കണം അല്ലേ? ഈ നനവ്, ഈ ക്യൂറിങ് പീരീഡ് ക്യൂറിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെള്ളം നനച്ചു കൊടുക്കും. വാർപ്പ് കഴിഞ്ഞാൽ ഉടനെ ഒരു 7 ദിവസമോ 14 ദിവസമോ അല്ലെങ്കിൽ 28 ദിവസമോ ഓരോ ഓരോ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ബീമാണെങ്കിലും കോളമാണെങ്കിലും ലിൻഡലാണെങ്കിലും അതിൻ്റെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആ വർക്ക് കഴിഞ്ഞിട്ട് നനച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പലകകൾ ഊരിയെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ പലക എന്തിനാണ് നമ്മൾ ബേസിക്കലി പറയണത്? അത് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട്, അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കിട്ടണം. നമ്മൾ പറയാറുണ്ട് 7 days സ്ട്രെങ്ത്ത്, 14 days സ്ട്രെങ്ത്ത്, 28 days സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ട്. കോൺക്രീറ്റ് ദിവസം കൂടുന്നിടത്തോളം സ്ട്രെങ്ത്ത് കൂടി വരും. പിന്നെ അത് സ്വാഭാവികമായിട്ട് കുറയും. ആ കൂടുതൽ
ആ കൂടുന്നത് കുറയുന്നേ ഉള്ളൂ. എന്നാലും എന്താ പറയുക, വിത്ത് ഏജ് സ്ട്രെങ്ത് കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, ദ ക്വാളിറ്റി ഓഫ് എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സർഫസ് ഒബ്റ്റെയിൻഡ് ബൈ സ്റ്റീൽ ഫോംസ് ഇൻ ഗുഡ് ആൻഡ് ഇറ്റ് നീഡ്സ് നോ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഓൺ ദ അതർ ഹാൻഡ് കൺസ്ട്രക്ഷൻ carried by use of timber formwork invariably requires plastering to obtain the desired finish of the concrete surface. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റീൽ ഫോം വർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ എന്താ പറയുക ഈ ഇത് ചെയ്യണത്, ഫോം വർക്ക് ഉപയോഗിക്കണതെങ്കിൽ നമുക്ക് അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതന്നെ നമ്മളൊരു ടിമ്പർ മരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോം വർക്ക് ചെയ്യണതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പൊളിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറേ ഒലിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യണം. പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ, തേപ്പ്. ഓക്കെ, ആ തേപ്പ് കൊടുത്തില്ലെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയണത്, എക്സ്ട്രാ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഏതിൽ, നമ്മൾ ടിമ്പർ ഫോം വർക്ക് ആണെങ്കിൽ ആ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് പ്ലാസ്റ്ററിങ്, തേപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താവും, അങ്ങനെ ചില സ്ഥലത്തൊക്കെ പൊള്ളച്ച് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറന്തള്ളി നിൽക്കും. നമുക്കറിയാം കുറേ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഈ നമ്മൾ മരത്തിൻ്റെ ഫോം വർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കൂടെയൊക്കെ എന്ത് കോൺക്രീറ്റ് ഒലിച്ച് ഇങ്ങനെ വരും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ദർ ഇസ് നോ ഡേഞ്ചർ ഓഫ് ഫോം വർക്ക് അബ്സോർബിങ് വാട്ടർ ഫ്രം കോൺക്രീറ്റ്. ഓക്കെ, അതെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ അങ്ങനെ അബ്സോർബ് ചെയ്യൂല, വെള്ളത്തിന് ഈർപ്പം വലിക്കൂല. പക്ഷെ ടിമ്പർ ആകുമ്പോൾ ഈർപ്പം വലിക്കൂലേ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചാൻസസ് ഓഫ് ഹണി കോമ്പിങ് ആർ മിനിമൈസ്ഡ്. ഹണി കോമ്പിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ വെള്ളം ഇല്ലാത്ത ഭാഗം നമ്മൾ പറയും കോമ്പാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിട്ടുള്ള മിക്സ്ചർ അല്ല നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ് ഹണി കോമ്പിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു പൊത്ത് പോലെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പായിട്ട് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. വെള്ളമൊന്നും അവിടെ എത്തിയിട്ടില്ല, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പായിട്ട് വരും. അതിങ്ങനെ എന്തായിട്ട് വരും, ഒരു വോയിഡ് പോലെ, ഒരു എന്താ പറയുക കടന്നൽ കൂട് പോലെ ഉണ്ടാവും. അതാണ് നമ്മൾ ഹണി കോമ്പിങ് എന്ന് പറയണത്. പിന്നെന്താണ് ആറാമത്തെ പോയിൻ്റായിട്ട് പറയണത്, സ്റ്റീൽ ഫോംസ് ആർ നോട്ട് ലയബിൾ ടു ഷ്രിങ്ക് ഓർ ഡിസ്റ്റോർട്ട് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് ബെറ്റർ വർക്ക്മാൻഷിപ്പ് ആൻഡ് ഹയർ ഡിഗ്രി ഓഫ് അക്യൂറസി ബൈ യൂസ് ഓഫ് സ്റ്റീൽ ഫോം. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താ, ചുരുങ്ങാൻ. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വീർക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീൽ ഫോം വർക്കാണ് നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ അതിൽ ഷ്രിങ്കേജ് സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അതുകൊണ്ട് നമുക്ക് ബെറ്റർ വർക്ക്മാൻഷിപ്പ് കിട്ടും, നല്ല രീതിയിലുള്ളൊരു വർക്ക് കിട്ടും. ഓക്കെ, ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസൈർഡ് ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത്രയും ആക്യുറസി ഉണ്ടാവും. അത് സ്റ്റീൽ ഫോം വർക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡീമെറിറ്റ്സ് ആണ്. എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയണത്. ഓക്കെ, കോസ്റ്റ് ഓഫ് സ്റ്റീൽ ഫോം വർക്ക് ഈസ് മോർ ആൻഡ് ഇനീഷ്യൽ കോസ്റ്റ് വിൽ ബി മോർ ദാൻ ടിമ്പർ ഫോം വർക്ക്. സ്വാഭാവികം അല്ലേ, സ്റ്റീലാവുമ്പോൾ തന്നെ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ എന്താണ്, സ്റ്റീൽ ഫോം വർക്കിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കോസ്റ്റ്, ഓക്കെ, അത് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കോസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ അത് ചെയ്യാനുള്ള കോസ്റ്റ് ഓഫ് സ്റ്റീൽ ഫോം വർക്ക് ഈസ് മോർ. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ കൂടുതലാവുമ്പോൾ അത് എക്കണോമിക്കൽ അല്ല. ഓക്കെ, സ്റ്റീൽ ഫോംസ് ആർ നോട്ട് എക്കണോമിക്കൽ ഇഫ് റീയൂസസ് ആർ നോട്ട് ദെയർ. നിങ്ങൾ വിചാരിക്കുക, നമ്മളുടെ റീയൂസ് 120 പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്, അത്രയും റീയൂസ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കില്ലെങ്കിൽ, നമുക്ക് അത്രയും ആവശ്യം ഇല്ലെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് മാറും, എക്കണോമിക്കൽ അല്ലാത്ത രീതിയിലായിട്ട് മാറും, നമുക്ക് കൂടുതൽ ചിലവ് വരുന്ന രീതിയിലായിട്ട് മാറും. പിന്നെന്താണ്, സ്റ്റീൽ ഫോംസ് ആർ ഓൺലി ഇക്കണോമിക്കൽ ഇൻ ലാർജ് കൺസ്ട്രക്ഷൻ. ഓക്കെ, വലിയ കൺസ്ട്രക്ഷൻ ഇതിലായിരിക്കും നമുക്ക് ഇത് കൂടുതലായിട്ട് നമുക്ക് എക്കണോമിക്കൽ എന്ന രീതിയിൽ പറയാം. കുറേ പ്രാവശ്യം ഉപയോഗിക്കണം, വലിയ ലാർജ് വർക്കിന് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതെന്തായിട്ട് മാറുള്ളൂ, എക്കണോമിക്കലായിട്ട് മാറുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, മോസ്റ്റ് സ്കിൽഡ് ലേബേഴ്സ് ആർ റിക്വയർഡ് ഇൻ മേക്കിംഗ് സ്റ്റീൽ ഫോംസ്. ഓക്കെ, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ വേണം, അല്ലാതെ എന്താ പറയുക വെറുതെ പലകെടുക്കുന്ന ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ
നമുക്ക് ആ ഒരു ഡിസൈർഡ് വർക്ക്മാൻഷിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോം വർക്ക് ഡിസൈൻ, ലോഡ്സ് ആക്ടിങ് ഓൺ ഫോം വർക്ക്. ഓക്കെ, ഏതൊക്കെ ലോഡുകളാണ് ഇതിൽ വരുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ബേസിക്കലി വരുന്നത്. പിന്നെന്താണ് ഈ ഫോം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എല്ലാ തരത്തിലുള്ള ഫോഴ്സസിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം ഡ്യൂറിങ് കോൺക്രീറ്റിംഗ്. ഓക്കെ, ഏതെങ്കിലും ലോഡുകൾ വരികയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് ഈ ഒരു ഫോം വർക്കിന് വേണം. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളായിട്ട് പറയണത്. ഓക്കെ, ആ ഒരു ക്യൂറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണ വരെ, ക്യൂറിങ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നനച്ചു കൊടുക്കണത്. ഓക്കെ, ഈ നനച്ചു കൊടുക്കുന്ന സമയത്തും ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി നിൽക്കും അല്ലേ. ആ ഒരു സമയം വരെ എന്ത് ചെയ്യണം, ഈ ഒരു ഫോം വർക്ക് നമ്മളുടെ ലോഡിനെ ക്യാരി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവണം. ഓക്കെ, പിന്നെന്താണ്, എന്തൊരു മെറ്റീരിയൽ ആണെങ്കിലും അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോകണ ഒരു ടെൻഡൻസി, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളയണ ഒരു ടെൻഡൻസി. ഓക്കെ, ആ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, അതിനൊരു എന്താ പറയുക നിശ്ചിത അളവ് താഴ്ന്നു പോകാനുള്ള ടെൻഡൻസി, നമ്മൾ സ്ലാബിൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ നമ്മൾ പറയും വാർപ്പിംഗ് എന്നൊക്കെ പറയും. അതിനൊക്കെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിഫ്ലക്ഷൻ ഒരു പർട്ടിക്കുലർ ലിമിറ്റിലായിരിക്കണം, അതിനെക്കാട്ടി കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കുക, അതിന് എന്താ പറയുക ഡയഗണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, ഷുഡ് ബി പ്രോപ്പർലി ബ്രേസ്ഡ് ടു പ്രിവെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, lateral movement, and it should be strong enough to resist the vertical and horizontal forces during concrete. ഓക്കെ, ബ്രേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടിക്കലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ചെരിഞ്ഞ ഡയഗണൽ ആയിട്ടുള്ള സപ്പോർട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഈ ലോഡുകൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ താങ്ങി നിൽക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഇതിനുണ്ടാവണം, ഈ ഷട്ടറിങ് വർക്കിന് ഉണ്ടാവണം. ഇൻ ദ ഡിസൈൻ ഓഫ് ഫോം വർക്ക് ഇറ്റ് ഈസ് നെസസറി ടു നോ the nature and magnitude of loads and pressure to which the formworks will be subject. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ലോഡുകൾ, അതിൻ്റെ സെൽഫ് ലോഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ കോൺക്രീറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ലോഡ് ഉണ്ടാവും. ഓക്കെ, അതിൽ വരുന്ന ആ വെള്ളത്തിൻ്റെ ലോഡ് ഉണ്ടാവും. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ മനുഷ്യന്മാർ നിൽക്കുകയാണ് ഇതിൻ്റെ കോൺക്രീറ്റിങ് ചെയ്യണ സമയത്ത്, അവരുടെ ലോഡ് വരും. ക്യൂറിങ് ചെയ്യണ സമയത്ത് അതിൻ്റെ മുകളിൽ ആൾക്കാർ നിന്നിട്ട് നനച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അതിൻ്റെ ലോഡ് വരും. അങ്ങനത്തെ പലതരത്തിലുള്ള ലോഡ് വരും. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നത് ദ സ്ട്രെസ്സസ് ഓഫ് ദ മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഫോം വർക്ക്. പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ അതിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നമ്മൾ പറയും കുറച്ചു കാലം കഴിയുമ്പോൾ ആദ്യം സ്ട്രെസ്സുകൾ കൂടുതലായിരിക്കും, പിന്നെ അത് എന്താ പറയുക യൂണിഫോമായിട്ട് നമുക്കറിയാം. കോൺക്രീറ്റ് ആണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. പിന്നെ മൂന്നാമത്തേതായിട്ട് പറയുന്നത് എന്താ, ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഫോം വർക്ക് ഷുഡ് റെസിസ്റ്റ് ദ ഫോഴ്സസ് ആൻഡ് റെസിസ്റ്റ് ദ ബെൻഡിങ് മൊമെൻറ്റ് റിസൾട്ടിങ് ഫ്രം ദ ലോഡ്സ് ആൻഡ് പ്രഷർ. ഈ ലോഡും പ്രഷറും കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റും ഫോഴ്സുകളും താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഈ ഒരു മെറ്റീരിയലിന് ഉണ്ടാവണം. ഏത് മെറ്റീരിയലാണോ നമ്മളുടെ ഫോം വർക്കിന് ഉപയോഗിക്കാൻ പോണത് ആ ഒരു മെറ്റീരിയലിന് ഇത് കെൽപ്പുണ്ടാവണം. പിന്നെന്താണ് സ്ട്രിപ്പിംഗ് ടൈം. സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർക്കുകൾക്കും ഈ ഒരു ഫോം വർക്ക് ഊരിയെടുക്കാനുള്ള ഒരു ടൈം. ഓക്കെ, അതിനാണ് നമ്മൾ സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ S3 പഠിക്കണത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് കിട്ടൂല. നിങ്ങൾ S5 പഠിക്കുമ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ IS കോഡ് ഉണ്ട്, കോൺക്രീറ്റിനൊരു കോഡ് ബുക്ക് ഉണ്ട്, സ്റ്റീലിനൊരു കോഡ് ബുക്ക് ഉണ്ട്. ഈ കോഡ് ബുക്കിൽ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ഏതൊക്കെ ലിമിറ്റിലാണ് നമ്മൾ ഈ ഓരോ പലകകൾ പൊളിച്ച് മാറ്റേണ്ടത്, അല്ലെങ്കിൽ സ്റ്റീൽ ഫോം വർക്ക് പൊളിച്ച് മാറ്റേണ്ടത്, അതിനൊക്കെ ഓരോ സമയമുണ്ട്. ഓക്കെ, അത് ഓരോ കോളത്തിനായാലും അല്ലെങ്കിൽ എന്താ പറയുക ബീംസിനാണെങ്കിലും വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സിന്, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിന് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് പൊളിച്ച് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി പറയണത് ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ A എന്ന് പറയുന്നത് കോളംസ് ആണ്. ആ കോളംസ് വോൾസിൻ്റെ ഒക്കെ വേർട്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹോറിസോണ്ടൽ അല്ലാത്തൊരു ഭാഗം വേർട്ടിക്കൽ, അതിനെ താങ്ങി നിൽക്കുന്ന വെർട്ടിക്കൽ സൈഡിന് എത്രയാണ്, നമുക്ക് 24 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്ത് മാറ്റാൻ പറ്റും. അതേപോലെ സ്ലാബ് ആണെങ്കിൽ 3 ദിവസം, ബീമിൻ്റെ സോഫിറ്റ്, ബീമിൻ്റെ അടിവശം, ഓക്കെ, അതിന് നമുക്ക് 7 ദിവസം. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഓരോ സ്പാനുകളുടെ
4.5 സ്പാൻ വരെ ആണെങ്കിൽ എന്താണ് 7 ദിവസം. അതിനെക്കാട്ടി കൂടുതലാണ് സ്ലാബിൻ്റെ അടിയിൽ വരുന്ന ഓക്കെ. ഇതിനെയാണ് നമ്മൾ പറയണത് ആ സ്പാനിൻ്റെ അനുസരിച്ച് നമുക്ക് ആ ദിവസത്തിൻ്റെ എണ്ണം കൂട്ടണം. ഈ പൊളിച്ച് മാറ്റേണ്ട ദിവസം കൂട്ടണം. 4.5 മീറ്ററിനെക്കാട്ടി കൂടുതലാണെങ്കിൽ 14 ദിവസം വരെ ആയിരിക്കും അതിൻ്റെ റിമൂവൽ ടൈം. ഓക്കെ. അതിൻ്റെ ബീമും മാർച്ചിലൊക്കെ ആണെങ്കിൽ 6 സ്പാൻ ആണെങ്കിൽ, സ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ, സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽക്ക് അടുത്ത സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ. എഫക്റ്റീവ് സ്പാൻ ഉണ്ട്, പിന്നെ അതാണ് ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് എന്ന് പറയുമ്പോഴാണ് സെൻറ്റർ ടു സെൻറ്റർ. ക്ലിയർ സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ എൻഡ് മുതൽക്ക് അടുത്ത സപ്പോർട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരെ. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ പറയണത്. അപ്പോൾ നമ്മൾ ബീമും ആർച്ചൊക്കെ ആണെങ്കിൽ 14 ദിവസം വരെ നമ്മൾ എന്ത് കൊടുക്കണം, ആ ഒരു സ്ട്രിപ്പിംഗ് ടൈം കൊടുക്കണം. 6 ദിവസത്തിന് മുകളിലാണെങ്കിൽ 21 ദിവസം വരെ കൊടുക്കണം. ഇത് നിങ്ങളുടെ ജനറൽ നോളജ് എന്ന രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. ഇത് നമ്മളുടെ എന്തിൽ വരും, PSC ഓറിയൻറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. അതാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.